സ്ത്രീകളെ മർദ്ദിക്കുന്നത് ഇപ്പോൾ ഒരു ഫാഷനായിട്ട് ഒരു ചടങ്ങായിട്ട് മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. അങ്ങനെയുള്ള രണ്ട് വാർത്തകളാണ് ഇന്ന് പുറത്തേക്ക് വരുന്നത്. അതിൽ ഒരെണ്ണം ഒരു വലിയ ദുരന്തമാണ്. ആ സ്ത്രീയുടെ മുഖം ആകെ കണ്ടിട്ട് തന്നെ വളരെ വിഷമമുണ്ട്. കാരണം അതിൻ്റെ മുഖത്തെ എല്ലൊക്കെ പൊട്ടി, അതിൻ്റെ ചെവിയിലെ ഈ ചെവിക്കല്ല് അതായത് കർണപുടം പൊട്ടിയിട്ടുണ്ട്. ആ രീതിയിലൊക്കെ മുഖമാസകലം പാടുകൾ, മുറിവ്, ദേഹമാസകലം മുറിവ്. ആ രീതിയിൽ ആ സഹോദരി അങ്ങനെ ഇരിക്കുന്നത് കാണുന്നത് വളരെ സങ്കടമുണ്ട്. അത് രമ്യ മോഹൻ എന്ന് പറയുന്ന തൃക്കുടിത്താനം സ്വദേശിയാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭർത്താവാണ് ഈ ഉപദ്രവിച്ചത്. ഒരു ജയൻ ശ്രീധരൻ, അവൻ പാലാ പൂത്തയിട്ട് സ്വദേശിയാണ്. ഈ സ്ത്രീക്ക്, ഈ വനിതയ്ക്ക് 40 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഈ സ്ത്രീ ഉണ്ടല്ലോ, ഒരു കുമാരനെല്ലൂരിലെ ഒരു വില്ലയിലാണ് അവരും ആ 3 മക്കളും താമസിക്കുന്നത്. അതായത് +2 പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, 9ലും 6ലും പഠിക്കുന്ന 2 കുട്ടികളുണ്ട്. മൂത്തതും മകളാണ്. അപ്പോൾ ഈ 3 കുട്ടികളും അതും കൂടെ താമസിക്കുക. ഇവനെ സ്ഥിരമായിട്ട് ഈ ജയൻ ശ്രീധരൻ എന്ന് പറയുന്നവൻ ഇതിനെ സാധാരണ ഉപദ്രവിക്കും. ഈ പിള്ളേരെയും ഒരുപാട് ഉപദ്രവിക്കും. അവൻ ഈ വീട്ടിലല്ല കിടക്കുന്നത്, ഇതിനോട് ചേർന്നുള്ള ഒരു വാടക വീട്ടിലാണ് കിടക്കുന്നത്. ഇതൊരു കാർ ഷോറൂമിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു വനിതയാണ്. അപ്പോൾ ഇവനെ ഒരു ദിവസം വിളിച്ചുകൊണ്ട് പോയി. അതായത് മെനഞ്ഞാന്ന് രാത്രി വിളിച്ചുകൊണ്ട് പോയത് സിനിമ കാണാനാണ് വിളിച്ചുകൊണ്ട് പോയത്. ഒന്നാമത് അവൻ്റെ കൂടെ സിനിമ കാണാൻ പാടില്ലായിരുന്നു. അതിന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, കാരണം ഈ അടി അതിന് കിട്ടാനുള്ള യോഗമുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് നേരെ അവൻ്റെ വാടക വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടങ്ങ് മർദ്ദിക്കുകയാണ്. മർദ്ദിച്ച് പറഞ്ഞതിൻ്റെ തലയൊക്കെ പിടിച്ച് ഭിത്തിയിലൊക്കെ അങ്ങ് ഇടിച്ച് അതിൻ്റെ മുഖത്തെല്ലാം പൊട്ടലുണ്ട്, നീരുണ്ട്. ആ കാഴ്ച, അതിൻ്റെ ആ പടം കാണാൻ തന്നെ നമുക്ക് വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ് ഉള്ളത്. എന്നിട്ട് ഈ കുട്ടി ഇത് വന്നില്ല, തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ല. അപ്പോൾ ഈ മക്കൾ ഭയന്നു. എന്നിട്ട് മൂത്ത മകള് അവസാനം പോലീസിൽ പറഞ്ഞു, ഇതുപോലെ അമ്മ സ്ഥലത്ത് വന്നില്ല. കാരണം ഈ അച്ഛൻ്റെ സ്വഭാവം അവർക്കറിയാമല്ലോ. കാരണം ഈ കുട്ടികളെ അവനെ ഒരുപാട് ഉപദ്രവിക്കും, അങ്ങനെയുള്ള വൃത്തികെട്ടവനാണ്. അപ്പോൾ ഏതായാലും അതിനെ അവസാനം നോക്കിയപ്പം പോലീസ് വന്നു. പോലീസ് എത്തിയിട്ട് ഇതുപോലെ അത്ര അവശ്യ നിലയിലായതുകൊണ്ട് അവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശിപ്പിച്ചു. അവരിപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. അതിൻ്റെ മുഖത്ത് എല്ലിന് പൊട്ടലുണ്ട്, പിന്നെ അതുപോലെ മുറിവുകളുണ്ട്, ചെവിക്ക് സാരമായ കേടുപാട് പറ്റിയിട്ടുണ്ട്. കാരണം കരണത്തൊക്കെ അങ്ങ് അടിക്കുകയല്ലേ. ഒരു മനുഷ്യ സ്ത്രീയാണെന്നുള്ള ഒരു വിചാരമൊന്നും ഇല്ലാത്ത രീതിയിലാണ് അവൻ ഇതുപോലെ ഉപദ്രവിച്ചത്. എന്നിട്ട് അവൻ മുങ്ങി അവിടുന്ന് പോയി കളഞ്ഞ്. ഇപ്പോഴും അവനെ പിടികിട്ടിട്ടില്ല. പോലീസ് അവന് വേണ്ടി അന്വേഷിച്ച് പരക്കം പായുന്നുണ്ട്. അവനെ പിടിക്കണം, എങ്ങനെയെങ്കിലും പിടികൂടണം, അല്ലെങ്കിൽ നാട്ടുകാർക്കെങ്കിലും വിവരം കൊടുക്കണം, യവനെ കണ്ടാൽ പിടികൂടി തരണമെന്ന്. പിന്നെ നാട്ടുകാർ കൈകാര്യം ചെയ്തോളൂ. നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ യവൻ ഈ അടിയുടെ വേദന അവൻ അറിയണ്ടേ? യഥാർത്ഥത്തിൽ അത് അറിയേണ്ടതാണ്. ഇനി ഇത് കണ്ടപ്പോൾ എനിക്ക് അത്രത്തോളം അതീവ ദുഃഖമാണ് ഉണ്ടായത്. പക്ഷേ ഇതിനോടൊപ്പം അടുത്ത മർദ്ദനം കണ്ടു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ സങ്കടം ഇടയ്ക്ക് തോന്നിയെങ്കിൽ പോലും എനിക്ക് ചിരി സഹിക്കാൻ പറ്റിയില്ല. ഉള്ള കാര്യം പറയാമല്ലോ. അത് 2 പേര് സമൂഹത്തിൽ വളരെ വലിയ ആളുകളായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നവരാണ്. മരിയോ ജോസഫ് എന്ന് പറയുന്ന ഒരുത്തനും അയാളുടെ ഭാര്യ ജി മരിയോയും. അപ്പോൾ ഈ മാരിയോ ജോസഫ് എന്ന് പറയുന്ന ആൾ പണ്ട് ഒരു ഇസ്ലാം മതക്കാരനായിരുന്നു എന്ന് അങ്ങനെ പറയപ്പെടുന്നതാണ്. അവനെ അത് കഴിഞ്ഞ് മതമൊക്കെ മാറി ക്രിസ്ത്യാനിയായി ഈ ജി മരിയോയെ കല്യാണം കഴിച്ചു. എന്നിട്ട് ഇവൻ മാരിയോ ജോസഫ് എന്നുള്ള പേരെടുത്തു. ഈ സ്ത്രീ ജി മാരിയോ എന്നുള്ള പേരും ഇട്ടു. ഭർത്താവിൻ്റെ പാല് അതും കൂടി ഇടണമല്ലോ, ഇട്ടു. അവസാനം ഇവനെ എന്ന് പറഞ്ഞാൽ ഇവർ 2 പേരും കൂടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അങ്ങ് ഫാമിലി കൗൺസിലിങ്ങാണ്.
കുടുംബപരമായ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങളുണ്ടായാൽ അത് ഈ എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അങ്ങ് ക്ലാസ് എടുപ്പാണ്. ക്ലാസ് എടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് വളരെ വളരെ കാര്യമായിട്ട്, അതായത് കുടുംബ ധ്യാന പരിപാടിയാണ്. എന്നിട്ട് ഒരു സെൻറ്റർ ഉണ്ടാക്കി ചാലക്കുടിയിൽ ഇവരുടേതായിട്ട്, ഫിലോക്കാലിയ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഉള്ള ആളുകൾക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കുക, ഇവരെല്ലാം റെഡിയാക്കി എടുക്കുക, കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാവാതിരിക്കണം. അപ്പോൾ അതിനകത്ത് ഈ ഭാര്യ നിന്ന് കഥ പറയുന്നുണ്ട് കേട്ടോ. ഈ അതുപോലെ അവരുടെ വീഡിയോകളുണ്ട് ഇതിനകത്ത് നമുക്ക് കാണാൻ കിട്ടും. അതേപോലെ തന്നെ ഭർത്താവാണെന്നുണ്ടെങ്കിലോ ഈ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് എടുക്കുന്നുണ്ട് ക്ലാസ്. എങ്ങനെ ഭാര്യയെ തഴുകി തലോടിയതായെന്നല്ല നമ്മൾ കണ്ടത്. കാരണം 9 മാസമായിട്ട് ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമായിട്ട് മാറി അകന്ന് കഴിയുകയാണ്. അപ്പോൾ ഈ ജി മാരിയോയ്ക്ക് തോന്നി ഈ ഭർത്താവിനെ ഒന്ന് കൗൺസിൽ ചെയ്തെടുക്കാം, ഒന്ന് റെഡിയാക്കി എടുക്കാം എന്ന് വിചാരിച്ചു. ഇവരെല്ലാവരുടെയും കാര്യങ്ങൾ ബന്ധങ്ങൾ ശരിയാക്കുന്നതല്ലേ. ആ രീതിയിൽ അയാളെ ഇന്നലെ കാണാൻ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തമ്മിൽ ഒന്ന് രണ്ടും പറഞ്ഞ് അങ്ങ് തെറ്റി കഴിഞ്ഞപ്പോൾ ഈ കുടുംബ ബന്ധവും ഈ കൗൺസിലിങ്ങും ഈ ധ്യാനവും ഒക്കെ അങ്ങ് മറന്നുപോയിട്ട് ഇവനെ ഈ TV-യുടെ സെറ്റ് ഓഫ് ബോക്സ് എടുത്ത് ഈ സ്ത്രീയുടെ തലയിൽ ഒരൊറ്റ അടി കൊടുത്തു നന്നായിട്ട്. അത് കഴിഞ്ഞിട്ട് അവരുടെ മുടി പിടിച്ച് വലിച്ചു, അടിയും കൊടുത്തു. കൂടാതെ 2 കൈയും കടിച്ചു കുറച്ചു. പട്ടിയുടെ സ്വഭാവമായിരിക്കുമല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് കർമ്മ ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, അത് മുസ്ലിങ്ങളെ അവർക്ക് വലിയ ഇഷ്ടമാണല്ലോ. പറഞ്ഞു ഇതിൻ്റെ കാരണം കണ്ടുപിടിച്ചു കേട്ടോ. കാരണം കണ്ടുപിടിച്ചത് യവനെ മുസ്ലിം ആയിരുന്ന സമയത്ത് ഈ പെണ്ണുങ്ങളെ അടിക്കാൻ പഠിച്ചിട്ടാണ് വന്നേക്കുന്നതെന്ന്. മനസ്സിലായോ? കൊള്ളാം, നല്ല സ്വഭാവമായിരിക്കും. അപ്പം നേരത്തെ ഈ രമ്യയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് മുസ്ലിമൊന്നും അല്ലല്ലോ അടിച്ചത്. അവന് ജയൻ ശ്രീധരൻ എന്ന് പറയുന്ന മുസ്ലിമൊന്നും അല്ലല്ലോ. അതോ ഇനി അവനും മുസ്ലിമായിരുന്നു പഠിച്ചിട്ട് വന്നാണോ ഈ പെണ്ണിനെ അടിച്ചത് എന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും യവൻ മുസ്ലിം ആയിപ്പോയത് ആണെന്നും പറഞ്ഞാണ്. അവൻ മുസ്ലിം ആയിരുന്നപ്പോൾ അടിച്ചതല്ല, ഇപ്പോഴടിച്ചേ. ഇവിടെ ആണെങ്കിൽ മുസ്ലിങ്ങളുടെ എണ്ണം പെരുകുന്നു എന്നൊക്കെ പറഞ്ഞ വലിയ ആക്ഷേപമല്ലേ. ഈ വരുമ്പോൾ കാര്യം എന്തുവാ? ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിലല്ലെങ്കിൽ ഈ വരുവത്തിലല്ലോ. അപ്പോൾ ഈ മുസ്ലിങ്ങളൊക്കെ ഭാര്യ അടിക്കുന്നവന്മാരാണെന്ന് എവിടെങ്കിലും പറയാനുണ്ടോ? നമ്മൾ ഒരുപാട് കൊലപാതകങ്ങൾ, ഈ ആത്മഹത്യകൾ, ഈ കൊച്ചു പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? ഈ പെൺകുട്ടികൾ അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞ ഉടനെ നമ്മളതുപോലെ കൊലപാതകങ്ങൾ നമുക്കറിയാവുന്നതല്ലേ, കണ്ണീരിൻ്റെ ഓർമ്മകളല്ലേ അവരൊക്കെ. ഇതുപോലെ അവനൊക്കെ അതെല്ലാം മുസ്ലിങ്ങളായിരുന്നു, ഒന്നുമല്ലല്ലോ. പക്ഷെ ഈ സമയത്ത് ഇത് പറഞ്ഞുകൊണ്ട് ആ മുസ്ലിമിൻ്റെ മണ്ടയിൽ ഒരെണ്ണം ഇരിക്കട്ടെ എന്ന് ചേർന്നുകൊണ്ട് ഇതാണ് ഈ വർഗീയത പിടിച്ചു പറഞ്ഞ് ഈ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന ആളുകളാണ് ഇങ്ങനെയുള്ളവർ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ ഇത് ഏതായാലും ഇവർ കുടുംബ ബന്ധങ്ങളൊക്കെ എല്ലാവരുടെയും ശരിയാക്കി കൊടുത്തു, ഒരുപാട് ധ്യാനം നടത്തി. അവസാനം ഫിലോക്കാലിയ അവസാനിച്ചത് ഈ രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ചിരി വന്നു പോയി ഈ വാർത്ത കണ്ടപ്പോഴെന്ന്. ചിരിക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം, കാരണം ഒരു സ്ത്രീക്ക് മർദ്ദനമേറ്റതാണ്, ഗുരുതരമായ കാര്യമാണ്. അപ്പോൾ ഏതായാലും ഈ ജി മാരിയോ കൊണ്ടുപോയി കേസ് കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇയാൾ മുങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇയാളുടെ പേര് കേസുമൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. ഏതായാലും ഇനി ഫിലോക്കാലിയ ചിലപ്പോൾ ജയിലിൽ കിടന്ന് നടത്താൻ പറ്റിയേക്കും. അവിടെ ഇതുപോലെ കുടുംബ ധ്യാനങ്ങളൊക്കെ നടത്തി ആളുകളെ ബോധവൽക്കരിക്കണം കേട്ടോ. എന്തായാലും മിക്കവാറും ഇതിപ്പോൾ ഈ ജി മാരിയോ ഇത് ഒത്തീർപ്പിന് തയ്യാറായാൽ ഈ കിട്ടിയതിരിക്കട്ടെ എന്ന് വിചാരിച്ച് സാരമില്ല എന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഈ മാരിയോ ജോസഫിന് ജയിലിൽ ഈ സുഖവാസം അനുഭവിച്ച് അവിടെ ഈ കൊഴുക്കട്ട അതുപോലെ തന്നെ ഗോതമ്പുണ്ടയൊക്കെ തിന്ന് ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റും.